പാലക്കാട് തണ്ണിമത്തനടിയിൽ ഒളിപ്പിച്ച് സ്ഫോടക ശേഖരം കൊണ്ടുവന്ന സംഭവത്തിൽ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിൽ. സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകിയ ഇടനിലക്കാരനെയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നത്. ഷാരിക നവാസ് പാലക്കാട് നിന്ന് തത്സമയം. ഷാരിക, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. തണ്ണിമത്തനുകൾക്കിടയിൽ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന സംഭവത്തിൽ, അതായത് പിക്കപ്പ് വാനിൽ സ്ഫോടക വസ്തുക്കൾ പാലക്കാട്ട് എത്തിച്ച സംഭവത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായിരിക്കുകയാണ്. പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് തമിഴ്നാട് സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇയാളെയും കൊണ്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഉച്ചയോടെ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും. തുടർന്നായിരിക്കും ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ഇടനിലക്കാരനാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇന്നലെ ഇതുമായി, അതായത് ഈ പിക്കപ്പ് വാൻ വരുമ്പോൾ അകമ്പടി വന്ന കാർ ഡ്രൈവറെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശി ദുരൈരാജാണ് ഇന്നലെ അറസ്റ്റിലായത്. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. അതായത് ഈ പിക്കപ്പ് വാൻ ഓടിച്ചു വന്നിരുന്ന തമിഴ്നാട് ധർമ്മപുരി സ്വദേശി സെന്തിൽ കുമാർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ റിമാൻഡിലായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെയും കൂടുതലായി ചോദ്യം ചെയ്തു വരികയാണ്. എവിടെ നിന്നാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്നും അതുപോലെ തന്നെ ഇത് ആർക്കാണ് കൊണ്ടുപോയതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 8:30യോടെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രി മുന്നിൽ വെച്ച് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വാഹന പരിശോധന നടത്തിയത്. പിക്കപ്പ് വാൻ നിർത്താതെ പോവുകയായിരുന്നു. പോലീസ് പിന്തുടർന്ന് പിടികൂടി. തണ്ണിമത്തൻ ചാക്കുകൾക്കിടയിലാണ് 100 പെട്ടികളിലായി വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ കടത്തിക്കൊണ്ടിരുന്നത്. ഇതിൽ 18,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 4,000-ലധികം ഡിറ്റനേറ്ററുകളുമാണ് അന്ന് പോലീസ് കണ്ടെത്തിയത്. ഇത് എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അന്ന് ഓടിച്ചു വന്നിരുന്ന ഡ്രൈവർ, തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാറിന് ഈ വിവരങ്ങളൊന്നും അറിയില്ല. ഇയാൾ എവിടെയെങ്കിലും ഈ ലോറി പറയുന്ന ഒരു സ്ഥലത്ത് ഈ പിക്കപ്പ് വാൻ നിർത്തിയിട്ട ശേഷം മടങ്ങുകയാണ്. അടുത്ത ഒരാളായിരിക്കും ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുക. കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്കാണ് ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ ലക്ഷ്യം വെച്ചിരുന്നതാണ് പോലീസിന് ലഭിച്ച അന്നത്തെ പ്രാഥമിക വിവരം. കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. കാരണം ഇത് കരിങ്കൽ കോറിയിൽ ഉപയോഗിക്കാനാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള കണ്ടെത്തൽ. എന്നാൽ ഇത് മറ്റു ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്നതാണെന്നും പോലീസ് ഭാഗികമായി അന്വേഷിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് ടൗൺ സൗത്ത് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.